തീരദേശ വനവൽക്കരണ വിഷയവുമായി പെരിങ്ങാഴ്പുഴ സംരക്ഷണ സമിതിയുടെ ശ്രീ ഷൈജു തിരുനെല്ലൂർ വേദിയിലേക്ക് എത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും മലയോര മേഖലയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരും വന്നതെന്ന് മനസ്സിലായി. ഞങ്ങൾ പുഴയോട് ചേർന്ന് കിടക്കുന്ന കൃഷിസ്ഥലങ്ങളുമുള്ള ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട സമയക്കുറവ് മൂലം പെട്ടെന്ന് വായിച്ചു തീർക്കാം. സ്വാഭാവിക വനവും മലയും കടന്ന് തീരദേശങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള പ്രയത്നത്തിലാണ് വനം വകുപ്പ്. കേരളത്തിലെ ആകെയുള്ള 14 ജില്ലകളിൽ 10 തീരദേശ ജില്ലകളാണ്. ഇതിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഉൾനാടൻ ജലാശയങ്ങളോട് ചേർന്ന് ജീവിക്കുന്നത്. വളരെ കൃത്യമായി പടിപടിയാണ് തീരദേശ വനവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തും മറ്റ് സന്നദ്ധ സംഘടനകളും വിവിധ പദ്ധതികളിലൂടെ തീരദേശങ്ങളിൽ കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നു. ഇതിൽ പങ്കാളികളാവുന്നവർക്ക് ചില സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനാൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും ഇതിൽ പങ്കാളികളാവുന്നു. കായലോരങ്ങളോട് ചേർന്ന് അനേകം മനുഷ്യർ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇങ്ങനെ കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നത്. വലിയ അളവിൽ വ്യാപനശേഷിയുള്ള ഈ കണ്ടലുകൾ ഏതാനും വർഷത്തിനുള്ളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച് അവിടെ കണ്ടൽ വനമായി മാറുകയും ചെയ്യുന്നു. തീരദേശ പരിപാലന നിയമപ്രകാരം 1000 സ്ക്വയർ മീറ്റർ അഥവാ 25 സെന്റോളം സ്ഥലത്ത് കണ്ടൽ വ്യാപിച്ചാൽ അതിന് ചുറ്റും 50 മീറ്റർ CRZ1A ബഫർ സോൺ കണക്കാക്കപ്പെടും. ഇതിന് പരിധിയിൽ വീട് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനോ മറ്റുള്ള പ്രവർത്തനങ്ങളോ നടത്തുന്നതിന് സാധിക്കുകയില്ല. സർക്കാരിന്റെ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് വിവിധ പദ്ധതികളുടെ ഭാഗമായി കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ച സ്വന്തം വീടും സ്ഥലവും വിട്ട് പലായനം ചെയ്യപ്പെടേണ്ട അവസ്ഥയിലാണ് ഗ്രാമവാസികൾ. ഇതുകൂടാതെ ഇങ്ങനെ വെച്ചുപിടിപ്പിച്ച കണ്ടൽ കാടുകളോടും അതിനോട് അനുബന്ധമുള്ള കായൽ മുഴുവനുമായി ഒരു നോട്ടിഫിക്കേഷനോടെ റിസർവ് വനമായി പ്രഖ്യാപിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിൽപ്പെട്ട പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാടുപുഴയും ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കാനോലി കനാലിന്റെ ഭാഗമായ ചേറ്റുവ പുഴയോട് ചേർന്ന് കിടക്കുന്ന 234.18 ഏക്കർ വിസ്തീർണമുള്ള ബാക്ക് വാട്ടർ സിസ്റ്റമാണ് പെരിങ്ങാടുപുഴ. കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ കേരളത്തിൽ ആകെയുള്ള 7 റെഗുലേറ്ററിൽ ഒന്നായ ഇടിയന്തര റെഗുലേറ്റർ സ്ഥിതി ചെയ്യുന്നത് പെരിങ്ങാടുപുഴയിലാണ്. വാഴാനി ഡാമിൽ നിന്നും അടക്കം തൃശ്ശൂർ ജില്ലയിലെ ഭൂരിപക്ഷം പ്രദേശത്തെയും മഴക്കാലത്തെ അധിക ജലം ഇടിയഞ്ചിറ റെഗുലേറ്ററിലൂടെ ഒഴുകിയെത്തുന്നത് പെരിങ്ങാടുപുഴയിലേക്കാണ്. ഇവിടെ നിന്ന് ചേറ്റുവ പുഴയിലൂടെ കടലിലേക്ക് ഒഴുകിച്ചേരുന്നു. ഇത്രയും പ്രാധാന്യമുള്ള പെരിങ്ങാടുപുഴയെ മുഴുവനുമായും സ്പെഷ്യൽ ഗസറ്റിലൂടെ റിസർവ് വനമാക്കി സെക്ഷൻ 4 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പെരിങ്ങാടുപുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന 8 ഏക്കറോളം വിസ്തീർണമുള്ള ചേറ്റുവ കണ്ടൽ തുരുത്ത് റിസർവ് വനമാക്കി മാറ്റുകയും അതിനെ പക്ഷി സങ്കേതമാക്കുവാൻ നടപടി സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. പെരിങ്ങാടുപുഴയും ചേറ്റുവ പുഴയും കണ്ടൽ തുരുത്തും ഒന്നായി ചേർത്ത് പട്ടിക്കാട് റേഞ്ചിന്റെ കീഴിൽ കൊണ്ടുവരാനാണ് വനംവകുപ്പിന്റെ പദ്ധതി. 14ാം കേരള നിയമസഭയിൽ 2014-2019 എസ്റ്റിമേറ്റ് കമ്മിറ്റി റിപ്പോർട്ടിൽ ചേറ്റുവ കണ്ടൽ തുരുത്ത് പക്ഷി സങ്കേതമാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നിലവിൽ തീരദേശ പരിപാലന നിയമത്തിൽ ഏറ്റവും അനുകൂലമായ CRZ2 കാറ്റഗറിയിൽ ഉൾപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ ഏക പഞ്ചായത്ത് പാവറട്ടി പഞ്ചായത്താണ്. പെരിങ്ങാടുപുഴ റിസർവ് വനമാക്കി പദ്ധതി പ്രകാരം കണ്ടലുകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 5.5 കിലോമീറ്റർ നീളമുള്ള തീരദേശവും പൂർണ്ണമായും തീരദേശ പരിപാലന നിയമപ്രകാരം CRZ1A ബഫർ സോണിലേക്ക് മാറുന്നു. പിന്നീട് ഈ പരിധിയിൽ വരുന്ന വീടുകൾ നിർമ്മിക്കാനോ ഉള്ളവ കേടുപാടുകൾ തീർത്ത് പുതുക്കിപ്പണിയാനോ സാധിക്കുകയില്ല. തീരദേശ പരിപാലന നിയമം ലംഘിക്കപ്പെട്ടു എന്ന ആരോപണത്താൽ കേരളത്തിൽ മരട് ഫ്ലാറ്റും മറ്റു വലിയ റിസോർട്ടായ കോപ്പിക്കോ റിസോർട്ടും പൊളിച്ചു കളഞ്ഞ് ഈ നിയമത്തിന്റെ കാഠിന്യം മനസ്സിലാക്കി തരുന്നു. കേരളത്തിൽ നിലവിൽ 26,000-ത്തിലധികം നിർമ്മാണം തീരദേശ പരിപാലന നിയമം ലംഘിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ പൊളിക്കലിന്റെ വക്കിലാണ്. ടൂറിസത്തിന് ഏത് സാധ്യതയുള്ള പ്രദേശം നിർമ്മാണ നിരോധന മേഖലയാവുകയും ടൂറിസം വികസനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. പെരിങ്ങാടുപുഴ റിസർവ് വനമാക്കിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെളി നീക്കുന്നതിനുള്ള തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുവാൻ സാധിക്കുകയില്ല. പദ്ധതി പ്രകാരം ചേറ്റുവ കണ്ടൽ തുരുത്ത് പക്ഷി സങ്കേതമാവുകയും പെരിങ്ങാടുപുഴ അതിനോട് ചേർക്കുകയും ചെയ്താൽ സുപ്രീം കോടതി വിധി പ്രകാരം റവന്യൂ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും നടപ്പിലാക്കുന്ന 1 കിലോമീറ്റർ ബഫർ സോൺ ഈ പ്രദേശത്തെ ആയിരക്കണക്കിന് വീടുകളെയും കൃഷിസ്ഥലങ്ങളെയും ബാധിക്കുന്നു. പുഴയെ കാടാക്കാനുള്ള പ്രഖ്യാപനം മൂലം ഇനിയും ഒരുപാട് ദുരിതങ്ങൾ ഈ പ്രദേശത്ത് അനുഭവിക്കാറുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല ഈ ഒരു പ്രശ്നമുള്ളത്. കാസർഗോഡ് ജില്ലയിലെ 54 ഹെക്ടർ കണ്ടൽ വനങ്ങൾ 1961 വന നിയമപ്രകാരം 19ാം വകുപ്പ് പ്രകാരം റിസർവ് ഫോറസ്റ്റ് ആക്കിയിട്ടുണ്ട്.
ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ഗാന്ധിവനം 174 ഹെക്ടർ, മലപ്പുറം 20 ഹെക്ടർ, കോഴിക്കോട് 3 ഹെക്ടർ, എറണാകുളം പുതുവൈപ്പ് 65 ഹെക്ടർ എന്നിവ 1961 കേരള വനം സെക്ഷൻ 4 പ്രകാരം പ്രപ്പോസ്ഡ് റിസർവ് ഫോറസ്റ്റ് ആയി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. പെരിങ്ങാട് പുഴയുടെ സ്ഥിതിയിലേക്ക് തന്നെയാണ് ഈ പ്രദേശങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ പിൻബലത്തോടെ ഓരോ പ്രദേശത്തും വനസംരക്ഷണത്തിനും ഇക്കോ ടൂറിസത്തിനും സമിതികളുണ്ടാക്കി കോടികളാണ് പൊതുജനാവിൽ നിന്നും കട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ നിലവിൽ കേരളത്തിൽ വിജിലൻസ് അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മോഹന വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ട തീരദേശ നിവാസികളെ വഞ്ചിച്ച് ഒടുവിൽ അവരുടെ കിടപ്പാടം പോലും ഇല്ലാതാക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാരിൽ നിന്നും പിന്മാറണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യത ഭരണകർത്താക്കൾ മറന്നുപോകരുത്. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ അതിന്റെ പേരിൽ ജനങ്ങളുടെ ജീവനുള്ള അവകാശം ഇല്ലാതാക്കരുത്. ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന് കണ്ടൽ വെച്ചുപിടിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുമ്പോൾ അതിന്റെ തുടർന്നുണ്ടാകുന്ന നിയമങ്ങളെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും ജനങ്ങളെ ആദ്യമേ ബോധവാന്മാരാക്കുക. യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കരുത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റേണ്ടതുണ്ട്. ഇക്കോ ടൂറിസത്തിന്റെയും വനസംരക്ഷണത്തിന്റെയും പേരിൽ നടക്കുന്ന അഴിമതികൾ കാര്യക്ഷമമായി അന്വേഷിക്കേണ്ടതുണ്ട്. വനവ്യാപനത്തെക്കാൾ പ്രാധാന്യം ഉള്ള വനം സംരക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാറേണ്ടതുണ്ട്. റിസർവ് ഫോറസ്റ്റ് എന്ന കരട് വിജ്ഞാപനം പിൻവലിക്കുക. പുഴകളെ പുഴകളായി തന്നെ സംരക്ഷിക്കുക. ഇതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ. തീരദേശവുമായി ബന്ധപ്പെട്ട് അവിടെ പുഴകളാണ് ഞങ്ങൾക്ക് കൂടുതലുമുള്ളത്. ഈ വനങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് കാര്യമായ അറിവോ വലിയ കാര്യങ്ങളോ ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ സാധാരണക്കാരായ ജനങ്ങൾ, നമ്മുടെ കേരളക്കാർ സമയം കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ കേരളത്തിലെ എല്ലാവരുടെയും ഉള്ളില് വനം വെച്ച് പിടിപ്പിക്കുക, ഒരു പ്രകൃതി സ്നേഹം, പ്രകൃതി സംരക്ഷണം എന്നൊക്കെ ചെറുപ്പം മുതലേ നമ്മുടെ അടിച്ചേൽപ്പിച്ച ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ നട്ടു വളർത്തിയ കണ്ടലുകളും അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് തന്നെ വിനയായിരിക്കുന്നത്. എന്തായാലും നിർത്തുന്നു. ജയ് കിസാൻ, ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്.